നിന്നെയൊക്കെ ഇതിനാരും കൂടി പഠിപ്പിച്ച് ഇത്ര വലുതാക്കിയത്. നീ ഒന്നും ഇന്ന് മുതൽ ഈ വീട്ടിന്റെ പണിയോട്ട് ഇറങ്ങത്തില്ല. അതിനകത്ത് ഒരു സംശയമില്ല. നിന്റെ അടുത്ത് ചോദിച്ചില്ല, നീ ചോദിക്കാറാകുമ്പോഴത്തേക്ക് ഞാൻ പറയാം. ഒരു മാരണങ്ങൾ മനുഷ്യരെ നാളെ കിടത്തണം. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ നടത്തത്തില്ല. പറയണം. ഐഷക്ക് കൊണ്ടുവന്നതാണ്. കുട്ടികൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അതിലെതിരെ നിൽക്കാൻ മാത്രം ഒന്നും എൻ്റെ കയ്യിൽ കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്ത പറയുന്നുണ്ടൊന്നും തോന്നരുത്. നിങ്ങളുടെ മകളായിരുന്നു ഇതേപോലെ കാണിച്ചായിരുന്നെങ്കിൽ നിങ്ങൾ ഇത് ക്ഷമിക്കുമായിരുന്നു. പൊന്നെ കരണം എന്ന് പറഞ്ഞ കൊച്ചിനെ മുതൽ ഞങ്ങൾ വളർത്തിക്കൊണ്ട് വന്നതാണ്. അത് ഇവിടെ ഒരു മുട്ടുസൂചി വാങ്ങുന്ന കാര്യമാണെങ്കിൽ ഇപ്പോൾ അവിടെ ഇഷ്ടത്തിനെ നടന്നിട്ടുള്ളൂ. ഏതൊരു കാര്യമായാലും ജീവിതത്തിൽ അവർക്ക് എന്തൊക്കെ കൊടുക്കണോ അതെല്ലാം അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടുള്ളവരാണ് ഞങ്ങൾ. അത് ഇവനായാലും ശരി ഞാനായാലും ശരി. പാപ്പ ഉമ്മ ഇല്ലാതെ വളർന്നതാണ്. ഈ പറയുന്ന അപ്പാർട്ട്മെന്റ് പോലും ഞങ്ങൾ എത്രയോ 100 എണ്ണം 1000കണക്കിനെണ്ണം നോക്കിയിട്ടാണ് ഞങ്ങൾ ഇത് ഫൈനലൈസ് ചെയ്യുന്നത്. അത് ഓരോ കാര്യങ്ങളും ഞങ്ങൾ നൊമ്പരപ്പെട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പരിപാടി ചെയ്തു വെക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിഷമം മനസ്സിലാവുന്നുണ്ട്. എനിക്കൊരു പെങ്ങളുള്ളതാണ്. പക്ഷേ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ പറയല്ല. കൂടെ പെങ്ങൾ നോക്കുക. ആ കാര്യം 100% ഉറപ്പാണ്. ചെറുപ്പം മുതലേ വീടിൻ്റെ എല്ലാ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് വളർന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അവർക്ക് എനിക്ക് തോന്നിയത് ഈ കുട്ടിക്ക് കിട്ടാൻ പറ്റുന്നതിൽ ബെസ്റ്റ് ആണെന്ന് തോന്നിയത്. അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യത്തിൽ മുന്നിട്ട് വന്നത്. ഞാൻ അവനെ ആദ്യം നിരുത്സാഹപ്പെടുത്തിയതാണ്. പക്ഷേ കാര്യങ്ങൾ അറിഞ്ഞു വന്നപ്പോൾ എനിക്ക് അതിൽ തെറ്റൊന്നും പറയാനുണ്ടായില്ല. നിങ്ങളുടെ പെങ്ങൾക്ക് വന്ന എല്ലാവരും ബെസ്റ്റ് ആണെങ്കിൽ ഇവൻ നിങ്ങളുടെ പെങ്ങൾക്ക് ബെസ്റ്റ് ആയിരിക്കും. സംസാരിക്കും. എന്തായാലും നമ്മൾ ഇവിടെ വരെ വന്നില്ലേ. അപ്പോൾ നമ്മളിത് ഐഷാക്ക് കൊടുത്തിട്ട് കണ്ടിട്ട് നിങ്ങൾ തീരുമാനം എടുത്തോളൂ. പക്ഷെ ഒന്ന് സംസാരിച്ചിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് പരിമിതികൾ കുറക്കണമല്ലേ നല്ലത്. നീ എന്തേ ചൂട്ടത്ത് വന്നിരിക്കണത് ഐഷ മോളെ? ഇവിടെ നല്ല തണുപ്പൊക്കെ ഉണ്ടല്ലോ. നിങ്ങളിപ്പോൾ കണ്ടില്ല ഇത്രയും ചൂടായി വന്ന് നജീബ്ക്ക് ഒരു ഈ ബാൽക്കണി വന്നപ്പോൾ പെങ്ങളെ എനിക്ക് കല്യാണം കഴിച്ചു തന്നത്. അതിന് പ്രത്യേകം എന്ന് വെച്ചാൽ ഈ ബാൽക്കണിയിൽ ഈ കൂൾനെസ് കാരണമാണ്. പുറത്ത് ഇനിയിപ്പോൾ 50 ഡിഗ്രി ചൂടായാലും ഈ ബാൽക്കണി നമുക്ക് 25 ഡിഗ്രി വരെ സെറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ ഒരു യുണീക്ക് ഫീച്ചറാണ് നമുക്ക് ഈ ഡെവലപ്പർ ഈ ബാൽക്കണിയിൽ സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. ഈ യുണീക്ക് ഫീച്ചറോട് കൂടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് പ്രൊജക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ അറിയാം താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യും. ദിസ് ഈസ് യുവർ പ്രോപ്പർട്ടി കൺസൾട്ടന്റ് ഫാസിൽ സൈനിങ് ഓഫ്.